അച്ചുവേച്ചിയുടെ കാര്യങ്ങളൊക്കെ സജിക്കറിയാം. വിഷ്ണുവേട്ടനോട് പറയാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും അവൻ. അച്ചുവേച്ചി ഒരു കുഞ്ഞിന്റെ അമ്മയായ കാര്യമൊക്കെ വിഷ്ണുവേട്ടൻ അറിഞ്ഞാ എന്റെ ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. അച്ചുവേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്റേതെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അമ്മയെന്ന് പറഞ്ഞതെന്താ? വിഷ്ണുവേട്ടൻ വിവാഹം ചെയ്യുന്നത് അർച്ചനയല്ല നിന്നെയാണെന്നല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനല്ലേ? നല്ലൊരാലോചനയായിരുന്നു അവൾക്ക് വന്നത്. അത് നടന്നിരുന്നെങ്കിൽ അർച്ചനയെ പറ്റി ആരും ഒരു അപവാദവും പറയില്ലായിരുന്നു. നിന്റെ നന്മ കരുതി അച്ചുവേച്ചി എന്തും ചെയ്തിട്ടുള്ളൂ. സജി നിന്നെ തേടി വന്നതിന് കാരണം അച്ചുവേച്ചിയാണോ? നീ പഴയതൊന്നും മറന്നു പോരുത്. അച്ചുവേച്ചിയുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചേനെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാ സത്യവും അറിഞ്ഞ രാജീവൻ സാർ അച്ചുവേച്ചിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നിട്ടും അച്ചുവേച്ചിയെ കുറ്റപ്പെടുത്ത എല്ലാരും. നിനക്കല്ലെങ്കിലും അച്ചുവേച്ചിയെ പറ്റി പറഞ്ഞാ പൊള്ളും. അതേടി പൊള്ളും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന തോന്നി തുടങ്ങിയപ്പോ നിന്റെ മട്ടും ഭാവവും മാറി. അച്ചുവേച്ചിക്കൊരു പേരുദോഷം ഉണ്ടായെന്ന് കരുതി അത് നിന്നെ ബാധിക്കാനൊന്നും പോകുന്നില്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോർത്ത് പേടിച്ചാ മതി. പിന്നെ നീ അവിടെയല്ല എവിടെ പോയാലും സജി നിന്നെ തിരക്കി വരും. മറ്റുള്ളവരുടെ പഴി കേൾക്കാൻ അച്ചുവേച്ചിയുടെ വിധി. മതി, നിർത്ത. രണ്ടു പക്ഷം പിടിച്ചുള്ള സംസാരം ഇനി ഇവിടെ വേണ്ട. എടാ, നീ ആ ബീവറേജിന്റെ ക്യൂയിൽ കിടന്ന് തള്ളാതെ ആ ബാറിൽ ചെന്ന് 2 ബിയർ വാങ്ങിച്ചോണ്ട് വാ. ആ, ഞാൻ ഗണപതി കുന്നി കാണും. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ ശരിയടാ. ആ വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നാ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് സജി വിശേഷങ്ങൾ? വിശേഷം എന്താന്ന് പറഞ്ഞാ ഇവിടെ ഇപ്പൊ ചെവളപ്പേടിയില്ല എല്ലാവരും. അവൻ അത്രയ്ക്കും ഭയങ്കരനാണോ? ഭയങ്കരനാണോ എന്ന് ചോദിച്ചാ 2-3 കൊലക്കേസിലെ പ്രതിയാ. എന്തിനും മടിക്കാത്തവനാ. ഇപ്പോ ജോലിക്കൊന്നും പോവാതെ രാജപ്പൻ ചേട്ടൻ വീട്ടിലിരിക്കുന്നതും അവനെ പേടിച്ചിട്ടാ. പിന്നെ വിഷ്ണു എങ്ങോട്ടാ? ആ, ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങാൻ ഇറങ്ങിയതാ. എന്തായാലും എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. അത് പിന്നെ വേറൊരു ദിവസം ആവട്ടെ. എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഇനി എന്നാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വരുന്നത്? ആ, എന്റെ പിന്നാലെ വന്നേ. വീട്ടിൽ കയറിയിട്ട് ഉടനെ തിരിച്ചു പോവാം. ആ ശരി. വാ. എങ്ങനെയുണ്ട് വിഷ്ണുവിന്റെ വീട്? നല്ല വീടാ. ഇതാ എന്റെ അമ്മ. ആ, ഇതാരാ മോനെ? ഇതാണമ്മ രേവതിയുടെ ഭർത്താവ്. അമ്മയെ തയ്യൽ പഠിപ്പിച്ചത് രേവതിയാ. വിവാഹത്തിന് മുമ്പ് അവളിവിടെ സ്ഥിരം വരുമായിരുന്നു. മോൻ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആൻറ്റി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട ആൻറ്റി. എവിടെയാ മോന്റെ സ്ഥലം? റാന്നിയ. അവിടെയല്ലേ സജിയുടെ അനിയത്തി പഠിക്കുന്നേ? അത് പിന്നെ അതെ, അവള് പഠിക്കുന്ന നഴ്സിംഗ് കോളേജിനടുത്താ വിഷ്ണുവിന്റെ വീട്. ഞാൻ വഴിക്ക് വെച്ചാ വിഷ്ണുവിനെ കണ്ടത്. സജി റാന്നിയിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? അതിപ്പോഴും പെൻഡിങ്ങിലാ. നല്ലൊരു കടമുറി ഉണ്ടെങ്കിൽ വിഷ്ണുവിനെ അറിയിക്കേ. ഞാൻ അന്വേഷിച്ച് പറയാം. സൗകര്യം പോലെ ഞാൻ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വരാം. അതെ, നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങുന്ന കാര്യം മോനെ പറയുന്നേ? അമ്മയൊന്ന് അകത്തേക്ക് പോകും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. അമ്മയ്ക്ക് ബിസിനസ്സൊക്കെ ഭയങ്കര പേടിയാ. അതുകൊണ്ടാ. വിഷ്ണു ഒന്നും കാര്യാക്കണ്ട. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് താമസം മാറാൻ നിൽക്കുക. ഈ നാട്ടിലൊരു സൗകര്യമില്ല. കുറച്ച് സൗകര്യമൊക്കെ കുറവാണെങ്കിലും താമസിക്കാൻ ഇവിടെ അസുഖം. അത് ശരിയാ. പിന്നെ അർച്ചന വഴിക്കല്ലേ വിഷ്ണു രേവതിയെ കല്യാണം കഴിച്ചത്? അതെ. അവരോട് വന്നിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. മുമ്പ് എവിടെയാ താമസിച്ചിരുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. വിഷ്ണുവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? വെറുതെ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? പെണ്ണിനല്ലേ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് മതിയെന്നാണോ വിഷ്ണു പറയുന്നത്? ആലോചിച്ചും കണ്ടും വേണം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ. രേവതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാജപ്പൻ ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല. നാട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങളിൽപ്പെട്ടാണ്
രാജപ്പൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്നാ കേട്ടത്. വെറുതെയാണോ ചവളരാഘവൻ രാജപ്പൻ ചേട്ടൻ്റെ പിന്നാലെ നടക്കുന്നത്? അർച്ചനയെ പറ്റി വിഷ്ണുവിന് നല്ല അഭിപ്രായമാണെന്ന് എനിക്കറിയാം. പക്ഷേ അർച്ചനയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ രേവതിയുടെ കല്യാണം ധൃതി പിടിച്ച് നടത്തിയത് അതൊക്കെ കൊണ്ടാണ്. പിന്നെ വിഷ്ണു ഇത് അർച്ചനയോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സജി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ആ. ഡാ, നീ എന്ത് ഭാവിച്ച അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ പലതും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്. ഇനി ഒരു കുഴപ്പത്തിനും പോവില്ലെന്ന് ഞാൻ കാലു പിടിച്ചു പറഞ്ഞിട്ടാ അർച്ചന നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അമ്മ ഇതെപ്പോഴും ആവർത്തിച്ച് പറയണമെന്നില്ല. ഇനി നീ രേവതിയുടെ പിന്നാലെ പോയാ പിന്നെ ഒന്നിന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട. അവളുടെ ചേച്ചി അമ്മയുടെ മുമ്പിൽ വെച്ച് എന്റെ കാരണത്തടിച്ചത് ഒരിക്കലും ഞാൻ മറക്കില്ല. അവൾക്കും അവളുടെ ചേച്ചിക്കും അതിനുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഞാൻ ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതിനെ. മോളെ വന്ന് ഭക്ഷണം കഴിക്ക. കുറച്ച് കഴിയട്ടെ കത്തു ചേച്ചി, എനിക്കിപ്പം വിശക്കുന്നില്ല. വിശപ്പില്ലാത്തത് എന്താ? എന്താ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? അത് പിന്നെ കത്തു ചേച്ചി, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ വിനയായി തീരുമെന്ന് പേടിയില്ല ഞാനിപ്പോ. എന്താ മോക്ക് അങ്ങനെ ഒരു പേടി? ആരുടെ കാര്യമാണ് മോള് പറയുന്നേ? രേവതിയെക്കുറിച്ച് തന്നെയാണ്. അവക്കിപ്പോ എന്താ പറ്റിയേ? വിഷ്ണുവും സജിയും തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാ പ്രശ്നം. ഞാനവളെ കണ്ടിരുന്നു. വിഷ്ണു ഈ നാട്ടുകാരനാന്ന് അറിഞ്ഞു വെച്ച് എന്തിനാ ചേച്ചി ഇങ്ങനൊരു വിവാഹം നടത്തിയതെന്ന് അവൾ എന്നോട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോ മോൾ ഇത്രയും ബുദ്ധിമുട്ടി അവളെ കെട്ടിച്ചയച്ചതും കുറ്റമായോ? ഈ നാട്ടിലേക്ക് അവളെ കൊണ്ടുവന്നത് ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് അവൾ വിശ്വസിക്കുന്നത്. സജി ഇവിടെ വരാനും വിഷ്ണുവുമായിട്ട് കൂട്ടുകൂടാൻ കാരണം അതല്ലേ? ഇവിടെയല്ലാതെ ഇനി ഏത് നാട്ടിൽ അവളെ കെട്ടിച്ചയച്ചാലും അവൻ അവിടെ ചെല്ലും. അത് മോള് മനസ്സിലാക്കണം. മോളുടെ നല്ല മനസ്സുകൊണ്ട് ജീവിക്കാൻ പഠിച്ച ഒരു പയ്യനെ കണ്ടപ്പോൾ അനിയത്തിക്ക് വേണ്ടി ആലോചിച്ചു. എന്നിട്ട് കടം വാങ്ങിയും ലോൺ എടുത്തും അവളുടെ കല്യാണം നടത്തി. രായപ്പേട്ടന് 5 പൈസയുടെ ചെലവുണ്ടായില്ല. എന്നിട്ടിപ്പോ പഴി കേൾക്കാൻ പോകുന്നത് മോളും. അനിയത്തിമാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം വേണം. പക്ഷേ പയ്യനെ കണ്ടെത്തേണ്ട കടമ അവരുടെ അച്ഛന് തന്നെ വിട്ടുകൊടുക്കണം. കല്യാണ ചെലവിനുള്ള പൈസ രായപ്പേട്ടനെ ഏൽപ്പിച്ചിട്ട് മോള് മാറി നിൽക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പഴിയൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? ചേച്ചി പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ വിഷ്ണു ഈ നാട്ടുകാരനായതുകൊണ്ടല്ലേ സുധിയെ പറ്റി അറിയാൻ പോകുന്നത്. എന്റെ ഇന്നലകൾ വിഷ്ണു അറിഞ്ഞ രേവതിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതാ അവള് പേടിക്കുന്നത്. രാജീവൻ സാറിന്റെ വിവാഹാലോചനയിൽ നിന്ന് ഞാൻ പിന്മാറിയതിന് എന്തോ കാര്യമുണ്ടെന്ന് വിഷ്ണു സംശയിക്കുന്നു. ചെവളെപ്പറ്റിയും അവന്റെ മനസ്സിൽ ചില സംശയങ്ങൾ വീണിട്ടുണ്ട്. എല്ലാം കൂടി കേട്ടപ്പോ എന്നെപ്പറ്റി എന്തൊക്കെയോ നല്ലതല്ലാത്ത കാര്യങ്ങള് അവൻ ഇതിനകം ഊഹിച്ചു കഴിഞ്ഞു. ഇനി രേവതിയുടെ ജീവിതത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാ ഞാനല്ലേ അതിന് സമാധാനം പറയേണ്ടി വരുന്നത്? അതിലൊരു സംശയവും വേണ്ട. ഇപ്പൊ തേനേ പാലെന്ന് പറഞ്ഞിരിക്കുന്ന രായപ്പേട്ടന്റെ മോടെ സ്വഭാവം മാറാൻ പിന്നെ അധികം സമയം വേണ്ട. രായപ്പേട്ടൻ ആളാകെ മാറിയെന്നാണോ മോള് കരുതുന്നത്? മോളെ വിറ്റതിന് ചെവളയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയതേ എന്റെ കടയിൽ വെച്ചാ.
ആ മനുഷ്യന്റെ അടിമുടി മാറിപ്പോയെന്ന് മോള് പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല. അതിന് മാത്രമുള്ള തിരിച്ചടികളൊന്നും രായപ്പേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ മോളൊരു നിലയിലെത്തിയപ്പോ രായപ്പേട്ടന് മോളെ കൊണ്ട് ആവശ്യമുണ്ടായി. അതായി സ്നേഹത്തിനൊക്കെ കാരണം. ആ അതെ, മോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കാതെ വന്ന് ആഹാരം കഴിക്കും. വാ. ദാ മോളെ കുടിക്കേ. പിന്നെ പുറത്തോട്ടിറങ്ങിയ ആ സംസാരം മുഴുവൻ ആ ചെവളെ പറ്റിയ. അച്ഛനും അയാളും തമ്മിൽ എന്താ ബന്ധം? ലോറി പണിയല്ലേ മോനെ എനിക്ക്. ആ കൂട്ടത്തിൽ ഒരാൾ അർച്ചനയ്ക്ക് കിട്ടുന്ന ആലോചനയാ അവൻ്റേത്. 1-2 ലോറികളുടെ മുതലാളിയാണെന്നാ അവൻ എന്നോട് പറഞ്ഞത്. ഇവിടെ വന്നിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി. അർച്ചനയെ കിട്ടിയേ തീരുമെന്ന് പറഞ്ഞ് അവനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങി. അതിനിടയ്ക്ക് ആ പോലീസുകാർ ഇവിടെ വന്ന് അവനെ പിടികൂടിയത്. പിന്നീടാ ഞങ്ങൾ അറിയുന്നത് ക്രിമിനൽ കേസിലെ പ്രതിയാവണമെന്ന്. ആ ഇപ്പോൾ അവൻ ജയിലിൽ അടിയെന്ന് കേൾക്കുന്നു. ഇങ്ങോട്ട് വരുമെന്നൊക്കെ നാട്ടുകാർ ചേർന്നുണ്ടാക്കുന്ന കഥകളാ. അതിലൊരു കഴമ്പുമില്ല. അന്നൊരു വിവാഹത്തിന് തയ്യാറായ അർച്ചനേച്ചി ഇപ്പോൾ എന്താ നല്ലൊരു ആലോചന വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചേ? അന്ന് അവള് പറഞ്ഞത് ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്നാ. എങ്കിലും 3 പെങ്കൊച്ചുങ്ങളല്ലേ. അവളുടെ എതിർപ്പൊന്നും കാര്യമാക്കാതെയാ ഒരാലോചന വന്നപ്പോൾ വരാൻ പറഞ്ഞു. ജോലി കിട്ടിയപ്പോൾ സ്ഥിരപ്പെട്ടിട്ട് മതി വിവാഹം എന്നായി. അത് നല്ലൊരു ആലോചനയല്ലെന്ന് അറിയാതെയല്ല. ഞാനും ശ്യാമളയൊക്കെ മാറി മാറി ഒരുപാട് ഉപദേശിച്ചതാ. സ്ഥിരപ്പെട്ടിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞാ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? ആ അവളൊരു ഉദ്യോഗസ്ഥയായില്ലേ. ഞങ്ങളുടെ വാഹനക്ക് ഇനി അത്രയൊക്കെ വിലയുള്ളൂ. കല്യാണം എന്നൊക്കെ പറയുന്നതൊരു യോഗമാണ്. സമയമാകുമ്പോൾ നടക്കും. അവൾക്കതിനുള്ള സമയമായില്ലെന്ന് കരുതാനല്ലേ പറ്റൂ. ആ അച്ഛാ, എനിക്കൊരു കോളുണ്ട്. ഹലോ, എവിടെയാ? കേട്ടില്ല അമ്മേ, വിഷ്ണുവേട്ടൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത്. എത്ര കാലം ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? എല്ലാം അറിഞ്ഞു കഴിയുമ്പോ വിഷ്ണുവേട്ടൻ തിരിച്ചു ചോദിച്ചാ അച്ഛന് ഉത്തരം മുട്ടിപ്പോയില്ലേ? നീ മുറിയിലേക്കല്ലേ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചെല്ല്. നിനക്കിപ്പോൾ ബോധ്യമായല്ലോ ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന്. അവൾ ലോങ് ലീവ് എടുത്ത് പോകാൻ കാരണം നീ തന്നെ. ഞാൻ വന്ന് പറഞ്ഞാൽ നീ പിന്മാറുമെന്നും അവളെ ശല്യപ്പെടുത്തില്ലെന്നും അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം ആദ്യം നീ ഇല്ലാതാക്കിയത് ഫോൺ വിളിയിലൂടെ. അതിലവൾ നിന്നെ അവഗണിച്ചപ്പോൾ നീ ഏത് നിമിഷവും അങ്ങോട്ട് ചെല്ലുമെന്ന് ഭയന്ന് അവൾ സ്ഥലം വിട്ടു. അതിന് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? അവളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചെന്നല്ലേ ഉള്ളൂ. അത് നീ എന്നെ തടഞ്ഞപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തു. നിന്റെ പറച്ചില് കേട്ടാ തോന്നും അർച്ചനയെ ഞാൻ കണ്ടുപിടിച്ച് കൊന്നുകളയാൻ പോവാണ്. കൊല്ലുന്നതും ഒരു മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്നതും ഏതാണ്ട് ഒരുപോലെ. എന്നെ കണ്ടെന്ന് വെച്ച അർച്ചനയ്ക്ക് എന്ത് സ്വസ്ഥതക്കേടുണ്ടാവാനാ? നേരിട്ട് മുഖാമുഖം സംസാരിക്കാൻ അവൾ എന്തിനു മടി കാണിക്കണം? ഞാൻ അവൾക്കൊരു ശല്യമാണെങ്കിൽ അർച്ചന അതെന്റെ മുഖത്ത് നോക്കി പറയട്ടെ.
നോ പറഞ്ഞ അവളെന്നെ ഒഴിവാക്കുമെന്ന് നീയല്ലേ പറഞ്ഞത്? അവളതിന് തയ്യാറാണെങ്കിൽ എന്തിനവൾ ഒളിച്ചോടണം? അവള് പഴയ അർച്ചനയല്ലെന്നും എന്ത് തീരുമാനം എടുക്കാനും പ്രാപ്തയാണെന്നൊക്കെ നീയല്ലടാ എന്നോട് പറഞ്ഞത്. ഇപ്പോ സുധിയുടെ ശബ്ദം കേൾക്കാൻ പോലുള്ള മനക്കെട്ടിയില്ല. എന്താ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? അവളുടെ മനസ്സിൽ ഇപ്പോഴും സുധി ഉണ്ടെന്നല്ലേ? അതേടാ, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ഈ ഒളിച്ചോട്ടം തന്നെ അതിനുള്ള തെളിവാ. നീ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നിനക്കറിയാം. നിന്നെ ഒരിക്കലും കാണാൻ തയ്യാറാവാത്തവൻ സഹികെട്ട് അത് തന്നെ ചെയ്യും. എന്താടാ? അർച്ചന ജോലി രാജിവെക്കും. പിന്നീട് ഒരിക്കലും നിന്റെ കണ്ണിൽ പെടാതെ ദൂരെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോവും. അവളുടെ സ്വപ്നമായിരുന്നു ആ ജോലി, ഒരു കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ. അതാ നീ ഇപ്പൊ ഇല്ലാതാക്കാൻ പോകുന്നേ. നീ ഇനി അവളെ തേടി പോകാതിരുന്നാൽ അവൾ തിരിച്ചു വന്നേനെ. നിന്റെ ജീവിതത്തിൽ ഇനി അർച്ചന ഉണ്ടാവില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. നിരഞ്ജനെയും കുഞ്ഞിനെയും അനാഥരാക്കിക്കൊണ്ട് ഒരിക്കലും അവൾ അതിന് തയ്യാറാവില്ല. നീയൊന്ന് നിർത്തണ്ട ശബരി. നിന്നിൽ നിന്ന് ഇത്തരം ഉപദേശങ്ങളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവൾ താമസിക്കുന്ന വാടക വീട് എവിടെയാണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞതാ. നിനക്കത് പറയാൻ മടിയാണല്ലേ? ഇനി ഞാനെന്തിനത് മറച്ചു വെക്കണം? LIC ലൈനിലെ 3ാമത്തെ വീടാ അവളുടേത്. ചന്ദ്രകാന്തമെന്ന ആ വീടിന്റെ പേര്. ഇനി നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഡേസി വീടായിരുന്നോ? വാ ഇരിക്കെ. അർച്ചന ലീവ് എടുത്ത് ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ? ഞാൻ കരുതിയത് അർച്ചന നാട്ടിൽ പോയിട്ടുണ്ടാവുന്ന. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നാട്ടിലേക്ക് പോകണമെന്ന് തന്നെ കരുതിയത്. പക്ഷേ ഞാൻ പോയ കാർത്തു ചേച്ചിയുടെ ഒറ്റയ്ക്കായി പോയില്ലേ? ലീവ് എടുത്ത് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാന്? പഴയ ഒരു പ്രണയബന്ധത്തിന്റെ പേരിൽ അർച്ചന ഇത്രയും ടെൻഷനാവുന്ന എന്തിനാണെന്നാ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പഴയ ഒരു പ്രണയബന്ധത്തിന്റെ പേരിൽ അർച്ചന ഇത്രയും ടെൻഷനാവുന്ന എന്തിനാണെന്നാ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അയാൾ ഇപ്പോഴും വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു. സുധി ഇപ്പോ ആവശ്യപ്പെടുന്നത് അർച്ചനയെ നേരിട്ടൊന്ന് കാണാൻ മാത്രമാ. ഒരു മീറ്റിംഗിൽ അത് ഒതുക്കാവുന്നതേയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി ജീവിക്കുന്ന ഒരാളെ പേടിക്കേണ്ട എന്ത് കാര്യമാ അർച്ചനയ്ക്കുള്ളത്? മാഡം കരുതുന്ന പോലുള്ള ഒരു സ്നേഹബന്ധമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. അതേക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നില്ലേ? എന്തു പറഞ്ഞെന്നാ? അവിടെയും ഇവിടെയും തൊടാതെ അർച്ചന ചില സൂചനകൾ മാത്രം തന്നു. ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് മുൻപ് പ്രണയബന്ധമില്ലാത്തവർ വളരെ കുറവാ. അത്തരം ബന്ധങ്ങൾ വിജയിച്ചെന്നും വരും, ഇല്ലെന്നും വരും. രണ്ടിലൊരാൾ കല്യാണം കഴിക്കുമ്പോ അത് അവിടം കൊണ്ട് തീരുന്നതല്ലേ പതിവ്. സുധിയെ ഒരു നല്ല ഫ്രണ്ടായി കാണാനാ ഇനി അർച്ചന ശ്രമിക്കേണ്ടത്. നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോ അങ്ങനെ ആയിക്കോളും. അതിനുവേണ്ടിയല്ലേ അർച്ചന ശ്രമിക്കേണ്ടത്? സുധിയെ നേരിട്ട് കണ്ട ഞാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ഒരർത്ഥത്തിൽ സുധിയെ ചതിച്ചത് ഞാനാ. കാത്തിരിക്കാനുള്ള മനസ്സുപോലും കാണിക്കാതെയാ ഞാൻ ഒളിച്ചോടിപ്പോയത്. ആ സാഹചര്യമൊക്കെ ഞാൻ മേഡത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ തേടി സുധി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞിട്ടുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞെന്ന് എന്റെ ബന്ധുക്കൾ തന്നെയാ സുധിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. പിന്നെ എന്നോടുള്ള പകയുടെ പുറത്താ സുധി വേറൊരു കല്യാണത്തിന് തയ്യാറായത്. പക്ഷെ ഞാനിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ള അറിവ് സുധിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഇനി മേഡം പറ, എങ്ങനെ ഞാൻ സുധിയുടെ മുന്നിൽ ചെന്ന് നിൽക്കും? എങ്ങനെ സുധിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആവശ്യപ്പെടും? ഞാൻ ഒഴിഞ്ഞു മാറാനുള്ള കാരണം അതുകൊണ്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ജോലി ഉപേക്ഷിച്ച് പോവാനൊന്നും അർച്ചനയ്ക്ക് കഴിയില്ല.
ഇന്നല്ലെങ്കിൽ നാളെ അർച്ചനയ്ക്ക് ബാങ്കിൽ വന്നേ പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യം ബുദ്ധിപൂർവ്വം നേരിടുക വേണ്ടത്. മാഡം ചായ. കാർത്തിയായനിയ അർച്ചനയുടെ ഈ മനസ്സൊന്ന് മാറ്റിയെടുക്കേണ്ടത്. ഞാൻ പറയുന്നില്ലെന്നാണോ മാഡം കരുതുന്നത്? ലീവ് എടുക്കരുതെന്ന് ഞാൻ വിലക്കിട്ട് മോളത് കേട്ടില്ല. എന്തായാലും ലീവ് എടുത്തില്ല മാഡം. കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. ലീവ് എടുക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു ആവശ്യം വേണം. ഞാൻ നോക്കിയിട്ട് അനാവശ്യ കാര്യത്തിന് അർച്ചന ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത്. നാളെ വന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിക്ക് കയറണമെന്ന് പറയാനാ ഞാൻ വന്നത്. നന്നായിട്ട് ആലോചിച്ച് അർച്ചന ഒരു തീരുമാനം എടുക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇച്ചയ സ്ഥലത്തില്ല, ബസ്സിലാ പോവേണ്ടത്. ശരി.